നമ്മുടെ രൺവീർ സിംഗിന്റെ ദുരന്തർ 2 എന്ന സിനിമേന്റെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ 4 ആഴ്ചത്തെ. എന്തായാലും പരിശോധിക്കാൻ നമുക്ക് ഏതൊക്കെ സിനിമകളുടെ ഫൈനൽ കളക്ഷനാണ് വേൾഡ് വൈഡ് തകർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവില്. എന്തായാലും കേരളത്തിലെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. കേരളത്തിലെ 31-ാം ദിവസം 19 കോടി 8 ലക്ഷമാണ്. 32-ാം ദിവസം ഞായറാഴ്ചയാണ്, എന്നിട്ട് പോലും സിനിമയ്ക്ക് 5 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് ബോക്സ് ഓഫീസ്. അങ്ങനെ ടോട്ടൽ 32 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 19 കോടി 13 ലക്ഷമാണ്. നിലവിലെ സിനിമേന്റെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഓൾമോസ്റ്റ് 8 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 കോടി 13 ലക്ഷമായിട്ട്. എന്തായാലും ബോളിവുഡിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ദുരന്തർ 2 എന്ന സിനിമ തന്നെയാണ്. SRKന്റെ റെക്കോർഡാക്കി ഇനി പഴയ റെക്കോർഡാണ്. പുതിയ റെക്കോർഡ് ഇനി ഏത് സിനിമ തകർക്കുമെന്ന് കൺഫേം ചെയ്യപ്പെടുത്തുക. ഇനി സിനിമേന്റെ മറ്റ് സൗത്ത് സ്ഥലത്ത് നോക്കാം നമുക്ക് കളക്ഷൻ. കർണാടകയിലൊക്കെ സിനിമയ്ക്ക് 136 കോടിനടുത്തായിട്ടാണ്. തെലുങ്കാന 69 കോടിനടുത്തായിട്ട്. ആന്ധ്രാപ്രദേശൊക്കെ 27 കോടി അപ്രോക്സിമേറ്റ്. തമിഴ്നാട് 40 കോടിയിലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 37 കോടിയാണ്. കേരളത്തിലെ കളക്ഷൻ ഞാൻ ആദ്യമേ സംസാരിച്ചതാണ്, 19 കോടി 13 ലക്ഷം. അങ്ങനെ ടോട്ടൽ സൗത്ത് സ്റ്റേറ്റിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 290 കോടിയുടെ മുകളിലായിട്ടാണ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സിനിമയിൽ ടോട്ടൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം ഓൾമോസ്റ്റ് 1153 കോടിയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പടത്തിന് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും സിനിമേൻ്റെ ടോട്ടൽ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 423 കോടിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ സിനിമേൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് 1783 കോടി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ബോളിവുഡ് സിനിമയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് സ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെങ്കൽ സിനിമേൻ്റെ തൊട്ട് പിന്നാലെ തന്നെയായിട്ടാണ് നമ്മുടെ ദുരന്തർ 2 എന്ന സിനിമേൻ്റെ റിവെഞ്ച് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിലെ വേൾഡ് വൈഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ സിനിമകളുടെ റെക്കോർഡ് തകർത്തത് ആകെ നമ്മുടെ ബാഹുബലി 2 എന്ന സിനിമേൻ്റെയാണ് ഇനി ബാക്കിയുള്ളത്. നാളത്തെ കളക്ഷൻ വരുമ്പോൾ അത് ഒഫീഷ്യലായിട്ട് തകരുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 3-4 കോടിൻ്റെ ഡിഫറൻസിലാണ് ഇപ്പോൾ ബാഹുബലി ലീഡ് ചെയ്ത് നിൽക്കുന്നത്. പുഷ്പ 2 എന്ന സിനിമേൻ്റെ കളക്ഷൻ മറികടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വലിയ രീതിയിൽ ഒരു വിപ്ലവം തന്നെ കാണുന്നുണ്ട് നമ്മുടെ ഈ ട്വിറ്റർ പേജ് നോക്കുവാണെങ്കിൽ ട്രാക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തള്ളാണെന്ന് പലരും വിശ്വസിക്കുന്നില്ല. ഈവൻ ഗൂഗിൾ വരെ പറയുന്നത് ഇത് തള്ളു പോസ്റ്ററാണെന്ന്. കാരണം ട്രാക്കേഴ്സ് പോലും മനസ്സിലാക്കുന്നില്ല ഇത് ശരിക്കുള്ള കളക്ഷൻ എത്രയാണെന്ന്. പോസ്റ്റേഴ്സ് അനുസരിച്ച് ഓൾമോസ്റ്റ് സിനിമ 1871 കോടിന് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് സംസാരിക്കുന്നത്. എന്തായാലും ട്രാക്കേഴ്സിൻ്റെ കളക്ഷൻ അനുസരിച്ച് ബാഹുബലി 2 ദ റൂൾ എന്ന സിനിമ അപ്രോക്സിമേറ്റ് ആയിട്ട് 1742 കോടിനടുത്താണ് ഗ്രോസ് കളക്ഷൻ കാണുന്നത് ഫൈനലായിട്ട് സിനിമയ്ക്ക്. എന്തായാലും ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമ നിലവിൽ 1783 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ബാഹുബലി 2 ദ കൺക്ലൂഷൻ സിനിമ 2017 സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ ഓൾമോസ്റ്റ് അപ്രോക്സ് ആയിട്ട് 1788 കോടിയാണ്. എന്തായാലും നാളത്തോടെ അല്ലെങ്കിൽ 33-ാം ദിവസത്തോടെ നമ്മുടെ ബാഹുബലി 2 എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ ഫൈനൽ തകരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വീഴാൻ പോവുകയാണ്. പ്രഭാസ് അങ്ങ് വീണിരിക്കുകയാണ് നാളത്തെ കളക്ഷനോടെ. എന്തായാലും തകർക്കാൻ പറ്റാത്തൊരു കളക്ഷൻ ഡെങ്കൽ, ആ ഒരു സിനിമേൻ്റെ കളക്ഷൻ ഇനി ആര് തകർക്കും? എന്തായാലും നിലവിലെ സിനിമേൻ്റെ കളക്ഷൻസൊക്കെ വളരെ കുറഞ്ഞു വരികയാണ്. ഇനി എന്തായാലും ആ ഒരു 2000 കോടീൻ്റെ കളക്ഷൻ തകർക്കാൻ സാധിക്കുമോ? കാരണം എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ വഴി മെയ് മാസം 22-ാം തീയതി വരെ പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട് സിനിമേൻ്റെ OTT റിലീസ് ഡേറ്റ് ഡിലേ. പക്ഷേ മെയ് 15 വരുമെന്നാണ് കൂടുതൽ സോഴ്സ് പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ദുരന്തർ 2 സിനിമേൻ്റെ OTT അപ്ഡേറ്റിൻ്റെ പ്രഖ്യാപനം എന്ന് വരുമെന്ന്. അതിനനുസരിച്ചുണ്ടാകും പടത്തിൻ്റെ ഈ ഒരു ഗ്രോസ് കളക്ഷൻ ഫൈനലിൽ ഡെങ്കൽ സിനിമയിൽ തകർക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും അമീർ ഖാൻ സിനിമേൻ്റെ കളക്ഷൻ തകർക്കാൻ പറ്റിയ സിനിമ ഏതാണെന്ന് കൺഫേം ചെയ്യപ്പെടുക. എന്തായാലും സിനിമയുടെ കളക്ഷൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് കാത്തിരിക്കുകയും ചെയ്യുക കൂടുതൽ സിനിമ വാർത്ത.